Good morning students, welcome to your biology class of CNN BHS. Today we are going to speak about lymphatic system. അതായത് നമ്മൾ ഈ പാഠഭാഗം ആരംഭിച്ചപ്പോൾ ഒരു കുട്ടിയുടെ സംശയത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. അതായത് ഈ രക്തത്തിലൂടെയുള്ള പോഷകഘടകങ്ങൾ എങ്ങനെ കോശങ്ങളിലേക്ക് ലഭിക്കുന്നു, ലഭിക്കുന്നതിനുള്ള ഉത്തരമാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം അഥവാ ലിംഫ് വ്യവസ്ഥയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. രക്തക്കുഴലുകളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ആർട്ടറി അഥവാ ധമനി ശാഖകളായി കോശങ്ങളുടെ ടിഷ്യൂസിൻ്റെ അവിടെ എത്തുമ്പോൾ അത് ശാഖകളായി പിരിഞ്ഞ് കാപ്പിലറീസ് ആകുന്നു. ആ കാപ്പിലറീസ് അഥവാ ലോമികകൾ കൂടിച്ചേർന്ന് വെയിൻ അഥവാ സിരയാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ രക്തകോശങ്ങൾ രക്തം ധമനിയിലൂടെ ഒഴുകുന്ന സമയത്ത് ഉയർന്ന മർദ്ദത്തിലായിരിക്കും ഒഴുകുക എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഉയർന്ന മർദ്ദത്തിലൂടെ ഒഴുകുന്ന രക്തം ഈ ലോമികകളിലൂടെ കടന്നു പോകുമ്പോൾ ലോമിക ഭിത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ദർ ആർ മൈന്യൂട്ട് പോർസ് ഓൺ ദി വാൾസ് ഓഫ് കാപ്പിലറീസ്. ഈ ഉയർന്ന മർദ്ദത്തിലൂടെ ഈ കാപ്പിലറീസിനുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഈ രക്തത്തിലെ ദ്രാവകം ഈ സുഷിരങ്ങളിലൂടെ ഈ ഭാഗങ്ങളിലേക്ക് ഊർന്നിറങ്ങി വരുന്നു. അതായത് the liquid part present in the blood oozes out from the capillaries into the intercellular spaces. ഈ കോശങ്ങളുടെ ഇടയിൽ കാണുന്ന സ്ഥലങ്ങളെ പറയുന്ന പേരാണ് ഇന്റർസെല്ലുലാർ സ്പേസ് എന്നുള്ളത്. ഈ ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് കോശാന്തര ഭാഗത്തേക്ക് കാപ്പിലറീസിൽ നിന്ന് രക്തത്തിലെ ദ്രാവക ഭാഗം ഊർന്നിറങ്ങി വരുന്നു. അപ്പോൾ കാപ്പിലറീസിൻ്റെ വോള് വളരെ ചെറുതായതുകൊണ്ട് RBCയോ ഉയർന്ന പ്രോട്ടീനുകളോ പ്ലാസ്മ പ്രോട്ടീനുകളോ മറ്റു പ്ലേറ്റ്ലെറ്റ്സോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ രക്തത്തിലുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും, പ്ലാസ്മയിൽ കാണുന്ന ഹോർമോൺസ് തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഈ രക്തത്തിൽ നിന്ന് ഊർന്നിറങ്ങി വരുന്ന ദ്രാവകത്തിൽ ഉണ്ടാകും. ഈ ദ്രാവകം ഇന്റർസെല്ലുലാർ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ടിഷ്യൂ ദ്രവം അഥവാ ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെയും ഓക്സിജൻ്റെയും കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂ ദ്രവത്തിൽ കൂടുതലുള്ള ഗ്ലൂക്കോസും ഓക്സിജൻ തുടങ്ങിയ ഘടകങ്ങൾ കോശത്തിനകത്തേക്ക് കടക്കുകയും കോശത്തിനകത്ത് അധികമായി കാണുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്, യൂറിയ തുടങ്ങിയ വേസ്റ്റ് മെറ്റീരിയൽസ് കോശത്തിനകത്ത് അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് കോശത്തിനകത്ത് നിന്ന് അത് ടിഷ്യൂ ദ്രവത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് വരികയും ചെയ്യും. ഇങ്ങനെയാണ് കോശങ്ങളുടെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസും അമിനോ ആസിഡ്, ഓക്സിജൻ തുടങ്ങിയ ന്യൂട്രിയൻസ് കോശങ്ങൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് കോശങ്ങളിൽ നിന്ന് അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡും യൂറിയ തുടങ്ങിയ വേസ്റ്റ് മെറ്റീരിയൽസ് ടിഷ്യൂ ദ്രവത്തിലേക്കും ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് അധികമുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഓക്സിജൻ തുടങ്ങിയവ കോശങ്ങളിലേക്കും ഡിഫ്യൂസ് ചെയ്ത് പോകുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ടിഷ്യൂ ദ്രവം ഈ എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ, മെറ്റീരിയൽസിൻ്റെ എക്സ്ചേഞ്ച് കഴിഞ്ഞാൽ ഈ ടിഷ്യൂ ദ്രവം വീണ്ടും ഈ കാപ്പിലറി വാൾസിലൂടെ വീണ്ടും അത് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതിനെ ആഗിരണം ചെയ്ത ടിഷ്യൂ ദ്രവവും ബാക്കി രക്തവും എല്ലാം കൂടി ചേർന്ന് സിരയിലൂടെ അതൊഴുകി ഹൃദയത്തിലേക്ക് എത്തും. പക്ഷേ ഇവിടെ ഈ ആർട്ടറിയുടെ പ്രത്യേകത ഉയർന്ന മർദ്ദത്തിലാണ് രക്തം ഇതിലൂടെ ഒഴുകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ രക്തത്തിൽ നിന്ന് ഈ ലിക്വിഡ് പാർട്ട് ഊസ് ചെയ്ത് വരുന്നത്. അത് ആർട്ടറീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ തിരിച്ച് ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് ഈ ടിഷ്യൂ ദ്രവം വെയിനിലേക്ക്, കാപ്പിലറീസിലേക്ക് തിരിച്ച് ആഗിരണം ചെയ്യില്ല. റീഅബ്സോർപ്ഷൻ ഇവിടെ നടക്കുന്ന ഊസിങ് അതേ സ്പീഡിൽ തിരിച്ചത് എടുക്കപ്പെടില്ല. അപ്പോൾ ഇഷ്ടം പോലെ ടിഷ്യൂ ദ്രവം ഇവിടെ ബാക്കിയായി വരും. ഈ ബാക്കി വരുന്ന ടിഷ്യൂ ദ്രവത്തിനെ ഈ ഭാഗങ്ങളിൽ നിന്ന് നീക്കുന്നതിന് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഒപ്പം ചേർന്ന് കാണുന്ന മറ്റൊരു കുഴൽ വ്യവസ്ഥയാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം അഥവാ ലിംഫ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ലിംഫ് കുഴലുകൾ ഇത് നമ്മുടെ രക്തപര്യന വ്യവസ്ഥയോട് കൂടി ചേർന്ന് കാണുന്ന ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആണ് എന്നുകൂടി നമുക്ക് പറയാം. ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്ന ഘടകങ്ങളെല്ലാം തിരിച്ച് രക്തത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ ദ്രവം ഇവിടെ നിന്ന് കാപ്പിലറീസിലേക്ക് ആഗിരണം ചെയ്യും. ബാക്കി വരുന്ന ടിഷ്യൂ ദ്രവം മുഴുവൻ അവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന
കുഴലുകളാണ് ഈ ലിംഫ് ഡക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ലിംഫ് ഡക്റ്റുകൾ കൂടി ചേർന്ന് സ്മോൾ ലിംഫ് ഡക്റ്റുകളും അത് കഴിഞ്ഞ് ലാർജ് ലിംഫ് ഡക്റ്റുകളുമായിട്ട് മാറുന്നു. ഇതെല്ലാം തിരിച്ച് രക്തത്തിലേക്ക് തന്നെ, രക്തക്കുഴലുകളിലേക്ക് തന്നെ ചേരുന്നതായിട്ട് നമുക്ക് അടുത്ത ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ടിഷ്യൂ ദ്രവം ഈ ഇൻട്രാസെല്ലുലാർ സ്പേസിൽ നിൽക്കുമ്പോൾ ഈ ദ്രാവകത്തിൻ്റെ പേരാണ് ടിഷ്യൂ ദ്രവം അഥവാ ടിഷ്യൂ ഫ്ലൂയിഡ്. ഇനി ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ഈ ലിംഫ് ഡക്റ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ലിംഫ്. ഇവിടെ ഇരിക്കുമ്പോൾ അത് ടിഷ്യൂ ദ്രവവും, ഇനി ഈ ലിംഫ് ഡക്റ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിനെ പറയുന്ന കളർലെസ് ഫ്ലൂയിഡാണ്, ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ലിംഫ്. ലിംഫ് വ്യവസ്ഥയുടെ ഘടനയും പ്രവർത്തനവും. രക്തപര്യന വ്യവസ്ഥയിൽ ധമനികളും സിരകളും ലോമികകളും പോലെ മറ്റൊരു പര്യന സംവിധാനമുണ്ട്. ലിംഫ് വ്യവസ്ഥ എന്നാണ് ഇതറിയപ്പെടുന്നത്. ധമനികൾ ശാഖകളായി പിരിഞ്ഞാണ് അതിസൂക്ഷ്മ ലോമികകൾ രൂപപ്പെടുന്നത്. ഇവയെല്ലാം കൂടിച്ചേർന്ന് സിരകളുണ്ടാകുന്നു. ധമനികളിലൂടെ എത്തുന്ന രക്തം ലോമികകളിലൂടെ സിരകളിലൂടെ പ്രവഹിക്കുന്നു. ഈ പ്രവാഹത്തിനിടയിൽ രക്തത്തിലെ ഓക്സിജനും മറ്റു പോഷകങ്ങളും കോശങ്ങൾക്കിടയിലെ കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങുന്നു. ഈ ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം എന്നറിയപ്പെടുന്നത്. ലോമികകളിലെ രക്തത്തിൽ നിന്ന് ഓക്സിജനും മറ്റു പോഷകങ്ങളും ടിഷ്യൂ ദ്രവത്തിലേക്ക് പ്രവേശിക്കുന്നു. ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് ഈ പദാർത്ഥങ്ങൾ കോശങ്ങളിലേക്ക് കടക്കുന്നു. രക്തവും കോശങ്ങളും തമ്മിൽ പദാർത്ഥ കൈമാറ്റത്തിനുള്ള ഇടനിലക്കാരായാണ് ടിഷ്യൂ ദ്രവം പ്രവർത്തിക്കുന്നത്. ടിഷ്യൂ ദ്രവത്തിൽ ഒരു ഭാഗം കോശങ്ങൾക്കിടയിലുള്ള ലിംഫ് കുഴലുകളിലേക്ക് പ്രവേശിക്കുന്നു. ഇതിൽ രക്തത്തിലെ അരുണ രക്താണുക്കളോ പ്ലേറ്റ്ലെറ്റുകളോ കാണില്ല. എന്നാൽ ചില പ്രോട്ടീനുകളും ധാതുലവണങ്ങളും രക്തത്തിനേക്കാൾ കുറഞ്ഞ അളവിൽ ഇതിലുണ്ട്. ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിച്ച ഈ ടിഷ്യൂ ദ്രവമാണ് ലിംഫ് എന്നറിയപ്പെടുന്നത്. കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ചെറുകുടലിലെ വില്ലസിലെ ലാക്റ്റിയലിലുള്ള ലിംഫിലേക്ക് പ്രവേശിക്കുന്നു. ഇവ വലിയ ലിംഫ് വാഹികളിലൂടെ ഹൃദയത്തിലെ രക്തത്തിലെത്തിച്ചേരുന്നു. ചിത്രത്തിൽ നിന്ന് രക്തത്തിലെ പോഷകഘടകങ്ങളായ ഗ്ലൂക്കോസും ഓക്സിജനും എങ്ങനെ കോശങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നും ടിഷ്യൂ ദ്രവത്തിലൂടെ എങ്ങനെ കോശങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നും കോശങ്ങളിലെ വേസ്റ്റ് മെറ്റീരിയൽസ്, കാർബൺ ഡൈ ഓക്സൈഡ്, മറ്റു വേസ്റ്റ് പദാർത്ഥങ്ങൾ എങ്ങനെ രക്തത്തിലേക്ക് എത്തുന്നു എന്നും ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം ലിംഫും പദാർത്ഥങ്ങളുടെ സംവഹനത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഈ ചിത്രീകരണത്തിലെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചെറുകുടലിൽ രൂപപ്പെടുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും കോശങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ ഫ്ലോ ചാർട്ടിലൂടെ പരിശോധിക്കാം. ഫാറ്റി ആസിഡും ഗ്ലിസറോളും വില്ലസിലുള്ള ലാക്റ്റിയലുകളിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നാം രണ്ടാമത്തെ അധ്യായത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഈ ലാക്റ്റിയലുകൾ കൂടി ചേർന്ന് ചെറിയ ലിംഫ് വാഹികളായി മാറുന്നു. ചെറിയ ലിംഫ് വാഹികൾ വലിയ ലിംഫ് വാഹികളായി മാറുന്നു. ഈ വലിയ ലിംഫ് വാഹികൾ മഹാസിരയിൽ ചേർന്ന് മഹാസിര ഹൃദയത്തിലേക്ക് തുറക്കുന്നു. ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് രക്തക്കുഴലുകൾ വഴി ഈ പോഷകഘടകങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ രൂപം കൊണ്ട ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഹൗ ഇറ്റ് റീച്ച് ദി സെൽസ് എന്നുള്ളതാണ് ഈ ഫ്ലോ ചാർട്ടിലൂടെ മനസ്സിലാക്കുന്നത്. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ they are absorbed into the lacteals present in the small intestine, that is in the villus. The lacteals combine together to form small lymph ducts, and small lymph ducts form large lymph ducts, and they open into vena cava, then into heart. നാം ഇപ്പോൾ പരിചയപ്പെട്ട ലിംഫ് വ്യവസ്ഥ, ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് പരിശോധിക്കാം. ലിംഫ് ലോമികകൾ, ലിംഫ് കാപ്പിലറീസ്, ലിംഫ് വാഹികൾ, ലിംഫ് ഡക്ട്സ്, ദെൻ ലിംഫ് നോഡ്സ്, ദെൻ സ്പ്ലീൻ. ഈ 5 ഘടകങ്ങൾ ചേർന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം അഥവാ ലിംഫ് വ്യവസ്ഥ. ഈ വീഡിയോയിലൂടെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ലിംഫാറ്റിക് സിസ്റ്റം പരിചയപ്പെടാം.
കോശങ്ങളിലേക്ക് പോഷകഘടകങ്ങൾ രക്തത്തിലൂടെ എത്തുന്നതായി ഈ ചിത്രത്തിൽ കാണാം. ടിഷ്യൂ ദ്രവം രൂപപ്പെടുന്നു. കൂടുതലായി വരുന്ന ടിഷ്യൂ ദ്രവം ലിംഫ് ലോമികകൾ, ലിംഫ് കാപ്പിലറീസിലൂടെ കളക്ട് ചെയ്ത് അത് ലിംഫ് ഡക്റ്റിലേക്ക് എത്തുന്നു. സ്മോൾ ലിംഫ് ഡക്റ്റിലേക്ക് എത്തുന്നു. ചെറിയ ലിംഫ് ഡക്റ്റുകളിൽ നിന്ന് വലിയ ലിംഫ് ഡക്റ്റുകൾ ഉണ്ടാകുന്നു. അതിനിടയിൽ കാണുന്ന ഉരുണ്ട ഭാഗങ്ങളാണ് ലിംഫ് നോഡുകൾ. ഈ ലിംഫ് നോഡുകൾ ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ്. അതോടൊപ്പം ശ്വേതരക്താണുക്കളുടെ WBCയുടെ ഏറ്റവും പ്രധാന ഘടകമായ ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നതിനും ഇവ സഹായിക്കുന്നു. ഈ വലിയ ലിംഫ് ഡക്റ്റുകൾ കൂടി ചേർന്ന് അത് മഹാസിരയിലേക്ക് വന്ന് തുറക്കുന്നതായിട്ട് കാണാം. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നാം പരിചയപ്പെട്ട ഒരു ഓർഗനാണ് സ്പ്ലീൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് റിബ് കേജ്, അതായത് നമ്മുടെ വാരിയെല്ലുകൾക്ക് താഴെ സ്റ്റൊമക്കിന്, ആമാശയത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും രക്തത്തിലെ ഒരു ബ്ലഡ് ഫിൽട്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് റെഡ് ബ്ലഡ് സെൽസ്, പഴയ റെഡ് ബ്ലഡ് സെൽസിനെ റിമൂവ് ചെയ്യുകയും അതുപോലെ പ്രതിരോധ ശേഷിക്ക് കൈവരുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു അവയവമാണ് സ്പ്ലീൻ. ഇതിൽ നിന്ന് ലിംഫ് വ്യവസ്ഥയുടെ ധർമ്മം എന്തെല്ലാമാണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ലിംഫാറ്റിക് സിസ്റ്റം. രോഗപ്രതിരോധ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്ലേസ് മേജർ റോൾ ഇൻ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം. ടിഷ്യൂ ദ്രവത്തെ തിരികെ രക്തത്തിലേക്ക് എത്തിക്കുന്നു. ബ്രിങ്സ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് ബാക്ക് ടു ബ്ലഡ്. ഫാറ്റി ആസിഡുകളുടെയും ഗ്ലിസറോളിൻ്റെയും സംവഹനം. ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റ് ആസ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ആരോഗ്യമുള്ള ഹൃദയം ആരോഗ്യകരമായ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇത് ഓർമ്മിപ്പിക്കുന്നതിനാണ് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി നാം ആചരിക്കുന്നത്. കൊഴുപ്പിൻ്റെ അളവ് കൂടിയ ഭക്ഷണം കഴിക്കുന്നത് വഴി ഹൃദയത്തിന് ഒരുപാട് തകരാറുകൾ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിറോസ്ക്ലീറോസിസ്. Atherosclerosis is the condition in which accumulation of fat in the arterial walls take place due to excess consumption of fatty food. As a result of this, the inner diameter of the artery reduces. Moreover, the arterial walls lose elasticity and may rupture. The inner wall become rough, hence RBCs may clump together to form blood clot in the coronary vessels, which may cause heart attack. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ധമനി ഭിത്തികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ഇതുമൂലം ധമനികളുടെ ഉൾവ്യാസം കുറയുകയും രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയും ചെയ്യും. ചിത്രത്തിലൂടെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. രക്തക്കുഴലുകൾ പൊട്ടാനുള്ള സാധ്യത കൂടും. ഉൾഭിത്തി പരുപരുത്തതാകും. ഇതുമൂലം അരുണരക്താണുക്കൾ ഒട്ടിപ്പിടിച്ച് രക്തക്കട്ടകൾ രൂപപ്പെടും. ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന കുഴലുകളിൽ രക്തക്കട്ട ഉണ്ടാകുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകും. ഇന്നത്തെ പാഠഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം അതിൽ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി തയ്യാറാക്കുക. താങ്ക് യു.